Hello guys, welcome back to another video. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഷോ ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്നലെ ഞാൻ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ചധികം സ്കേർട്ട്സ് ആൻഡ് ടോപ്സിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നത്. ആൻഡ് അതൊക്കെ പോട്ടെ, നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോ ഹോൾ വീഡിയോ ആണ്. അത് 500 രൂപയുടെ ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം. ആൻഡ് ഓൾസോ നമ്മൾ ഒരേ മോഡൽ തന്നെയല്ല പർച്ചേസ് ചെയ്തേക്കുന്നത്. പല സാധനങ്ങളായിട്ടാണ് മീഷോയിൽ നിന്ന് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തത്. കാരണം ഒരു മോഡസ്റ്റ് വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് എന്തൊക്കെ ആഡ് ചെയ്താലാണ് അതൊരു വേറെ ലുക്കിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പീസായിട്ടാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നെയിലിംഗ് ഡ്രസ്സസ് മാത്രം, അല്ലെങ്കിൽ ടോപ്സുകൾ മാത്രം, കുർത്താസ് മാത്രം, അങ്ങനെ സെയിം ആയിട്ടുള്ള പർച്ചേസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വർത്താനം പറയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഒരുപാട് ഡ്രസ്സുകളൊന്നും പർച്ചേസ് ചെയ്തില്ല. 5 ടൈപ്സ് ഓഫ് ഐറ്റംസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഒരുപാട് പ്രൊഡക്ട്സുകൾ കാണിക്കും തോറും വീഡിയോയുടെ ലെങ്ത് കൂടും. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ ആൾക്കാർക്ക് കാണാൻ അത്രയും താല്പര്യമില്ല. എത്രത്തോളം ലെങ്ത് കുറച്ചാണോ കാണാൻ അത്രത്തോളം കുറച്ചാണ് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 5 പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ ആക്ച്വലി മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പാർട്ട് 1 പാർട്ട് 2 പോലെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് ബോറടിക്കാതിരുന്ന് കാണാം. ഒരേ വീഡിയോയിൽ കുറേ അധികം ഡ്രസ്സ് കാണുമ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്ത ആദ്യ പ്രൊഡക്റ്റ് കാണാം. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജീൻസിൻ്റെ, അതായത് ഡെനി മോഡൽ തന്നെ ഒരു മുട്ട് വരെയുള്ള ഒരു ഡ്രസ്സാണ്. ഇത്രയേ ഉള്ളൂ ലെങ്ത്. ഫുൾ ഓഫ് ഡ്രസ്സോ അല്ലെങ്കിൽ നീ ലെങ്തോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മുട്ടിൻ്റെ അത്രയും വരെ വരുന്ന ഒരു ഡെനിമിൻ്റെ ഒരു ഹാഫ് ഡ്രസ്സാണ് വന്നിരിക്കുന്നത്. അത് കണ്ടോ, മുകളിലും താഴെയായിട്ട് പോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതുവഴി ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോപ്പ് ടു ഡൗൺ വരെ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അടിയിൽ ഇതുപോലെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. എനിക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ജഗ്ഗിൻസിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാം. ഇനി അതൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ബോട്ടം യൂസ് ചെയ്യാതെ ഇടാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ലീവ്ലെസ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നബനി യൂസ് ചെയ്യാം. അല്ലാത്ത ഇടുന്നവർക്ക് അങ്ങനെ വെയർ ചെയ്യാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ കൊടുത്ത പ്രൈസിനുള്ള സാധനം ഉണ്ട്. നമ്മൾ കൊടുത്ത പ്രൈസിനെക്കാളും സാധനം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല സാധനമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കുറ്റം അതിനകത്ത് കണ്ടുപിടിക്കാനോ പറയാൻ പാകത്തിന് ഒന്നുമില്ല. നല്ല സാധനമാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നീ ലെങ്ത് വരെ വരുന്ന ഒരു ഡ്രസ്സാട്ടോ. അതായത് ഫുൾ ഡ്രസ്സ് അല്ല, നീ ലെങ്ത് വരെ, മുട്ടിന് താഴെ വരെ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇതുപോലെ ടോപ്പ് ടു ഡൗൺ വരെ ബട്ടൺസ് മിഡിലിൽ കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവ്ലെസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ പോർഷൻ തന്നെ. ബാക്ക് സൈഡ് ഇതുപോലെ വന്നിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്കിങ്ങനെ പ്രിൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഈ പ്രിൻ്റൊക്കെ കാണുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താ പറയുക ത്രെഡ് വർക്കാണെന്ന് ഓർക്കും. പക്ഷേ ഇത് ത്രെഡ് വർക്കല്ല. ഇത് മൊത്തം വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒന്നും ത്രെഡ് വർക്കല്ല വന്നിരിക്കുന്നത്, എല്ലാം പ്രിൻറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെയിൻറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിനകത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ആ ഡ്രസ്സിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയാണ്. നല്ല ഒരു എന്താ പറയുക പിങ്ക്, സവോളയുടെയൊക്കെ ഷെയ്ഡില്ല. സവോളയുടെ അല്ല, എനിക്ക് എക്സാക്ട് കളർ പറയാൻ അറിയില്ല. ഒരു ബേബി പിങ്ക് അല്ല, ഒരു പീച്ച് പിങ്ക് എന്നൊക്കെ പറയാം. ഒരു റെയർ ആയിട്ടുള്ള ഒരു കളറാണ് ആ കളറ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 400-നുള്ളിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. 450 or 400. കറക്റ്റ് റേറ്റ് ഓർക്കണില്ല. ആ റേറ്റിലുള്ള സാധനം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തത് ഒരു ജീൻസ് ആട്ടോ. ഇതാണ് ആ ജീൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് ഒരു ടൈ ആണ് കൊടുത്തേക്കുന്നത്. എലാസ്റ്റിക് ആണ് സാധനം. എന്തോരം വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. ആൻഡ് ഇവിടെ പോക്കറ്റാണ്. ഇതിൻ്റെ ഒരു ടൈപ്പ് മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതുപോലെ 2 സൈഡിലും പോക്കറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ജോഗേഴ്സ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. താഴ്ഭാഗം ഇങ്ങനെ ആണ് വന്നേക്കുന്നത്. എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. അങ്കിൾ ലെങ്തോ അല്ല, അതുപോലെ തന്നെ മറ്റേ ബൂക്കറ്റ് അങ്ങനത്തെ പാൻറ്റുള്ള ജോഗേഴ്സ് പോലെ ഇതുപോലെ താഴ്ഭാഗം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ പറയാറില്ല, മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ജീൻസിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ബാഡ് സ്മെല്ലെന്നല്ല പറയുന്നത്, ഒരു മോർഗയുടെയൊക്കെ ഒരു സ്മെല്ല് പോലെ ഒരു സ്മെല്ലാണ് വന്നേക്കുന്നത് ജീൻസിന്. പക്ഷേ ഈ ജീൻസിന് വന്നിട്ട് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കാരണം ലോവസ്റ്റ് പ്രൈസിൽ ഹൈ ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല, ലോവസ്റ്റ് റേറ്റ്സിൽ
ലോവസ്റ്റ് പ്രൈസിൽ ഒരു ആവറേജ് ക്വാളിറ്റി അവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും മീഷോ ചൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റി അവർ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ. ചില പ്രൊഡക്റ്റ് കൊള്ളില്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചില പ്രൊഡക്റ്റ് കൊള്ളുകയില്ല. അതിപ്പം മീഷോ എന്നല്ല, ഏത് ഓൺലൈൻ സൈറ്റ് ആണെങ്കിലും ചില പ്രൊഡക്ട്സ് വരുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത് പോലത്തുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതാണ് ക്രോപ്പ് ടോപ്പ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, മറ്റേത് ബാക്ക് സൈഡ്. ഇതാണ് വന്നേക്കുന്നത്. ഇത്രയും ലെങ്തും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ആകെപ്പാട്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ബ്ലാക്കിലൊരു വൈറ്റ് പോൾക്കാ ഡോട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ്ലെസ് ആണ്. എലാസ്റ്റിക്, അതായത് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് ഒരു താഴ്ഭാഗത്ത് ഒരു തുണിയുടെ മുകളിലോട്ട് വേറൊരു തുണി അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയാൻ. അല്ലാണ്ട് വേറെ എടുത്ത് റിവ്യൂ ചെയ്യാൻ പാകത്തിനുള്ള ഒന്നും തന്നെ ഈ ഒരു ടോപ്പിനകത്ത് കൊടുത്തിട്ടില്ല. നല്ല ടോപ്പാട്ടോ. ക്വാളിറ്റി എന്ന് പറയാൻ പാകത്തിന് ഒരുപാടില്ല. ഒരു സാധാ പോളിസ്റ്റർ മെറ്റീരിയലിനകത്താണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ അത്രയും ബോദർ ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ എടുത്തു പറയാൻ പാകത്തിന് കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയില്ല. നല്ല അത്യാവശ്യം ഒരു 60% മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല സാധനം കേട്ടോ. നമ്മൾ ചെറിയ റേറ്റിന് 250 രൂപ ആ റേഞ്ചിന് ആ ഒരു ക്രോപ്പ് ടോപ്പിന് വലിയ ബനാറസ് പട്ടിനകത്ത് ചെയ്തു തരാൻ പറഞ്ഞാൽ കിട്ടൂലല്ലോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആ റേറ്റിനുള്ള സാധനം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ. അപ്പോൾ ഹെവി മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയാൻ പാകത്തിനില്ല, നോർമൽ ക്വാളിറ്റി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷ്രഗാണ്. ഇതൊരു വൈറ്റ് ഷ്രഗാണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്കിവിടെ മെറ്റീരിയൽ കാണാൻ പറ്റും, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയാൻ. ലെഫ്റ്റ് സൈഡിൽ ഇതുപോലൊരു ബോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ടോപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മീഡിയം സൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതുപോലെ തന്നെ ടോപ്പ് ഭാഗത്ത് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടൺ ഊരി നമുക്ക് സ്ട്രക്കായിട്ട് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇങ്ങനെ ബട്ടൺസ് യൂസ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് ഈ ഡ്രസ്സ് വന്നേക്കുന്നത്. ദെൻ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലോട്ട് ഒരു വെട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. നല്ല ഒരു പ്രിൻസസ് കട്ടിനകത്താണ് ഈ ഒരു ഷ്രഗ് അവർ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഈ ഷ്രഗിന് വന്നിട്ട് നല്ല റേറ്റ് കുറവാണ്. ആ റേറ്റിൽ നല്ല പ്രൊഡക്റ്റാണ് വന്നേക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പഫ് ഇവിടെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ സാധനങ്ങളും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഷ്രഗിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയാനായിട്ട്. അപ്പം ബ്ലാക്ക് എയർലൈൻ നമ്മൾ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യില്ല, അതായത് എയർലൈൻ്റെ മുട്ട് വരെയുള്ള എയർലൈൻ ഡ്രസ്സസൊക്കെ വെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബ്ലാക്ക് ടോപ്പ് സിമ്പിളായിട്ട് വെയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഈ ഒരു ഷ്രഗ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മീഷോയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റുകൾ. അതായത് മോഡസ്റ്റ് വെയേഴ്സായിട്ട് പലതായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, ഒരേ ടൈപ്പ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, ലിങ്കോ കോഡോ. അപ്പം നിങ്ങൾക്ക് അതെടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് ടേക്ക് കെയർ.